സിബി സത്യൻ, ഇത് ശ്രീ പി എം നിയാസ് കെ പി സി സി ജനറൽ സെക്രട്ടറിക്ക് മാത്രം തോന്നിയ ചില ചോദ്യങ്ങളും ചില ബോധ്യങ്ങളുമാണോ? ഈ ഗ്രൂപ്പ് പ്രശ്നമൊന്നുമില്ല, ഇത് ആരും എന്റെ പിന്നിലില്ല എന്നൊക്കെ നിയാസ് പറയുന്നത് കണ്ണുമടച്ച് നമ്മൾ വിശ്വസിക്കണോ? ശ്രീ സിബി സത്യൻ, മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണല്ലോ ഈ വാക്കുകൾ. ഒരിക്കലും അങ്ങനെ പറയാം. ഞാൻ മുഖ്യമന്ത്രി ഒരിക്കലും പ്രതിക്കൂട്ടിലാക്കിയിട്ടില്ല. ഇത് മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് ചെയ്തതാണ് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അല്ല, സംസ്ഥാന ക്യാബിനറ്റ് എടുത്ത ഒരു തീരുമാനത്തെയാണ് താങ്കൾ എതിർത്തത്. പറയാമോ? പറഞ്ഞോളൂ. ക്യാബിനറ്റിൽ എടുത്ത തീരുമാനത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്, പരിശോധിക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശരി സിബി. അതെ, ഇത് ശ്രീ പി എം നിയാസ് ഇവിടെ ഉന്നയിച്ച പ്രശ്നം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ഉണ്ട്. അതായത് നിലവിൽ ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുകയാണ്. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ കൂടെ ചോയ്സ് ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് സ്വതന്ത്രാധികാരമുള്ള ഒരു പോസ്റ്റാണ്. ആ സ്വതന്ത്രാധികാരത്തിനകത്ത് കേരള രാഷ്ട്രീയത്തിൽ വളരെ കാര്യമായ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരുപാട് ശക്തിയുള്ള ഒരു പോസ്റ്റാണ്. അപ്പൊ സാധാരണഗതിയിൽ ഇത്തരം പോസ്റ്റുകൾ നിയമിക്കുമ്പോൾ, ഇത്തരം പോസ്റ്റുകളിലേക്ക് ഒരാളിനെ കൊണ്ടുവരുമ്പോൾ അതൊരു പാർട്ടിയുടെ ചോയ്സ് ആയിട്ടാണ് സാധാരണഗതിയിൽ വരിക. അതിനകത്ത് പാർട്ടിക്കകത്തൊരു ചർച്ചകളും കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ നടക്കണം. ഇപ്പോൾ ശ്രീ പി എം നിയാസിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് പാർട്ടിയിൽ അത്തരം ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടിയിൽ ഇത്തരം ഒരു ചർച്ച നടക്കാതെയാണ് ഇത് മന്ത്രിസഭയിൽ വന്നിരിക്കുന്നത് എന്ന്. പക്ഷെ മന്ത്രിസഭയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കെ പി സി സി പ്രസിഡന്റ് മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിനകത്ത് എന്താണ് അഭിപ്രായം? അദ്ദേഹം ഉറപ്പായിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. നമുക്ക് ഇത് പാർട്ടിയിൽ ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ എന്ന തരത്തിലുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന് എടുക്കാമായിരുന്നു. പക്ഷേ നിലവിൽ അദ്ദേഹം അത്തരം ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അദ്ദേഹം പറഞ്ഞ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് കൊണ്ടുവന്ന നിയമനം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് നേരത്തെ ഒരു മുൻകാല നിയമനങ്ങളിലും ഇത്തരം ഒരു പ്രാക്ടീസ് ഈ പുതിയ മന്ത്രിസഭ പിന്തുടർന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം, അടുത്ത കാലത്ത് വിവാദമായ ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനം. ഈ ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനത്തിനകത്ത് സ്മാർട്ട് ക്രിയേഷൻസിനെ പ്രതിനിധീകരിച്ച ഒരു വക്കീല് ഗവൺമെന്റ് ലീഡറായിട്ട് ദേവസ്വം ബോർഡിൽ നിയമിതനാകുന്ന ഒരു അവസരമുണ്ടായി. അതുപോലെ തന്നെ CPI-യുടെ ഉറച്ച ഒരു പ്രവർത്തക, ഒരു നേതാവ് UDF സർക്കാരിന്റെ ഗവൺമെന്റ് ലീഡറായി മാറുന്ന ഒരു നിയമനം ഉണ്ടായി. ഇതിനകത്ത് അവസാനം ഈ പറഞ്ഞ ശക്തമായ പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഈ പറഞ്ഞ ആളിന് മാറി നിൽക്കേണ്ടി വരികയും രണ്ടാമത് CPI അവരുടെ നേതാവിനോട് രാജിവെച്ച് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള, അതായത് ആവശ്യത്തിന് ഡ്യൂ ഡിലിജൻസ് പല നിയമനങ്ങളുടെ കാര്യത്തിലും നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തത്, അന്ന് പത്രമാധ്യമങ്ങളിൽ പുറത്തു വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് അഭിഭാഷക യൂണിയൻ, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷകരുടെ അസോസിയേഷൻ ഈ നിയമനങ്ങൾ അതിശക്തമായ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചു എന്നും കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് നമുക്കറിയാം, ഒരു സർക്കാർ മാറി വരുമ്പോൾ ആരെയൊക്കെ സ്ഥലം മാറ്റണം, എന്തൊക്കെ സ്ഥലം മാറ്റണം എന്നൊക്കെ സർവീസ് സംഘടനകളാണ് പൊതുവെ തീരുമാനിക്കുന്നത്. ഗവൺമെന്റ് ലീഡർമാരെ ആരെയൊക്കെ നിയമിക്കണം എന്നുള്ളത് ഒരു പരിധിവരെ ഈ പറഞ്ഞ അഭിഭാഷക യൂണിയന്റെ ഒരു സജഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെല്ലാം പരിഗണിച്ചിട്ടാണ് അവസാന നിയമനങ്ങളൊക്കെ നടത്തുന്നത്. മിനിമം ആരെ നിയമിക്കണം എന്നുള്ളത് നടന്നില്ലെങ്കിൽ പോലും ആരെ നിയമിക്കരുത് എന്നുള്ളത് അവർ പറയുന്നത് പലപ്പോഴും സർക്കാരുകൾ കേൾക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ അതും ഔട്ട് ഓഫ് അജണ്ട ആയിട്ടാണ് ക്യാബിനറ്റിൽ വന്നത് എന്നാണ് എനിക്ക് ചില സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലായത്. അപ്പം ചുരുക്കത്തിൽ പല സുപ്രധാന നിയമനങ്ങളും ക്യാബിനറ്റിൽ ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഔട്ട് ഓഫ് അജണ്ട ആയിട്ട് വരികയാണെങ്കിൽ ചർച്ച ഉണ്ടാകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് അവസാന നിമിഷം പറയുന്നു, എല്ലാവരും ഓക്കെ പറയുന്നു, പോകുന്നു, അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഇത് അത്ര ആശാസ്യകരമായ ഒരു സംഗതിയാണ് എന്ന് തോന്നുന്നില്ല. കാരണം ഒരു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത് അത് അവര് ക്യാബിനറ്റ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രധാനപ്പെട്ട നിയമനങ്ങളിൽ ക്യാബിനറ്റ് കൂടി കൃത്യമായി തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതാണ് ഏത് കാരണവശാലും നല്ലത്. പക്ഷെ നിലവിലെ നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പാർട്ടി എന്ന് പറയുന്ന UDF എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഏതാണ്ട് അപ്രസക്തമായ രീതിയിലാണ് നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അത് ഒരു കാരണവശാലും അത്ര ആശ്വാസകരമായ പ്രവണതയല്ല. അവർക്ക് ഇതുപോലുള്ള നിയമനങ്ങൾ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് ക്യാബിനറ്റിൽ ചർച്ചയാവേണ്ട ഒന്നല്ല. ഇത് വളരെ കൃത്യമായ ഡ്യൂ ഡിലിജൻസിന്റെ. പക്ഷേ ശ്രീ സിബി സത്യൻ, ഇവിടെ ഇദ്ദേഹം പറയുന്ന, ശ്രീ പി എം നിയാസ് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് സംഘപരിവാർ ബന്ധമുള്ള ആളാണ്, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം BJPക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കും, അത് കോൺഗ്രസ് പാർട്ടിയും മുന്നണിയും അനുഭവിക്കേണ്ടി വരും. ഇത് അദ്ദേഹത്തിന്റെ മാത്രമുള്ള ഒരു ബോധ്യമാണോ, അതോ അദ്ദേഹത്തിന്റെ തെറ്റായ ബോധ്യമാണോ? ഇതൊരു നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ആളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പക്ഷേ അത് കോൺഗ്രസിനും UDFനും അനുകൂലമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള സന്ദേശം നൽകുന്ന പോലെ കൂടിയാകും ജനങ്ങളുടെ മുന്നിലേക്ക്. ഞങ്ങൾ തീരുമാനിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, ഞങ്ങൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കണമെന്ന്. ആ രീതിയിലാവും, നിഷ്പക്ഷത അവിടെ ഉണ്ടാവില്ല. അതെ, അത് ശരിയാണ്, 100% ശരിയാണ്. നിഷ്പക്ഷനായി പ്രവർത്തിക്കുന്ന ഒരാളിനെയാണ് എടുക്കേണ്ടത്.
പക്ഷേ ഈ നിഷ്പക്ഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ സംഘപരിവാർ ബന്ധമുള്ള ആളാകണമെന്ന് അർത്ഥമില്ലല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ നിലവിലുള്ള ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ എല്ലാ തരത്തിലുള്ള ഈ മണ്ഡലം ഡീലിമിറ്റേഷൻ അടക്കമുള്ള പദ്ധതികളിൽ BJP അതിശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. നമ്മളിപ്പോ അടുത്ത കാലത്ത് കണ്ടതാണ് സ്ത്രീ സംവരണം 50% പേരിൽ ഒരു ഡീലിമിറ്റേഷൻ പ്രോസസ്സ് പ്രതിപക്ഷം ഒന്നടക്കം നിന്ന് പരാജയപ്പെടുത്തിയത്. അപ്പൊ ഇത്തരത്തിലൊരു പാൻ ഇന്ത്യ എഫർട്ട് ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ സ്വാധീനിക്കാനായിട്ട് സംഘപരിവാർ അല്ലെങ്കിൽ BJP പക്ഷെ നടത്തുന്നുണ്ട്. അതിന് അല്ലല്ലോ, VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ സംഘപരിവാറിന് കീഴ്പ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ശ്രീ CP അദ്ദേഹം സത്യൻ സംഘപരിവാറിനെ കീഴ്പ്പെട്ടുകൊണ്ട് അത്ര ഒരു തീരുമാനം എടുത്തു എന്നല്ല ഞാനൊരു കാരണവശാലും പറയുന്നത്. ഞാൻ പറയുന്നത് ശ്രീ PM നിയാസ് പറഞ്ഞതുപോലെ അതുപോലെ സംഘപരിവാർ ബന്ധം ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യുകയും പരിശോധിക്കുകയും വേണമെന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പദവിയിലേക്ക് ഏറ്റവും അർഹനായിട്ട് ഏറ്റവും അറ്റത്ത് വന്ന് നിൽക്കുന്ന ഒരേ ഒരാളല്ല അദ്ദേഹം. അദ്ദേഹത്തിന് അതുപോലെ കഴിവുള്ള നിരവധി പേർ കേരളത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഒരാൾക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ അതിനേക്കാൾ മികച്ച നിഷ്പക്ഷനെ തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനുണ്ട്, തീർച്ചയായും മുഖ്യമന്ത്രിക്കുണ്ട്, തീർച്ചയായും ക്യാബിനറ്റിനുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ. എനിക്ക് തോന്നുന്നത് ശ്രീ PM നിയാസ് ചെയ്തത് ഒരു പരുവത്തിൽ നല്ല കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അറിയാവുന്ന സംഘപരിവാർ ബന്ധമുണ്ട് എന്നറിയാവുന്ന ഒരാളിനെ ഇത്തരത്തിൽ നിയമനം കൊണ്ടുവരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് കൃത്യമായി അദ്ദേഹം ശ്രീ ശ്യാംരാജ്, അതിപ്പോൾ നിങ്ങളാണ് ഭരിക്കുന്നതെങ്കിലും നിങ്ങൾ ഈ രീതിയിലുള്ള തീരുമാനമേ എടുക്കുകയുള്ളൂ. അതായത് സ്വന്തം പാർട്ടിക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുക്കുന്നു എന്നല്ല, എതിർ പാർട്ടിക്കാരനായ ഒരാളെ നിയമിക്കുകയില്ല, അല്ലെങ്കിൽ എതിർ പാർട്ടിയുടെ ആശയങ്ങളുമായിട്ട് നടക്കുന്നയാളെ നിയമിക്കുകയില്ല.